ഹായ്, ഞാൻ റഷീദ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മണി പ്ലാന്റിനെ കുറിച്ചാണ്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. മണി പ്ലാന്റ് നമുക്ക് മണ്ണിൽ വളർത്തുകയും ചെയ്യാം, കൂടാണ്ട് വെള്ളത്തിലായാലും വളർത്താം. നമ്മൾ മണ്ണിൽ വളർത്തുമ്പോൾ മണ്ണ്, മണൽ, ചകിരി കമ്പോസ്റ്റ്, പിന്നെ ചാണകം ഇതെല്ലാം കൂടെ ഒരേ പ്രൊപ്പോർഷനിൽ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് നടുന്നത്. കൂടാണ്ട് വെള്ളത്തിൽ വളർത്തുന്നത് സാധാരണ ചെറിയ പീസായിട്ട് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടാൽ മതിയാവും. വേരിഷ്ടം പോലെ ധാരാളമായിട്ട് മുളച്ച് ഇങ്ങനെ വരും. പക്ഷെ വെള്ളം ഒരു 2 ദിവസം കൂടുമ്പോൾ മാറ്റി കൊടുക്കണം. മണി പ്ലാന്റ് വളരെ മനോഹരമായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതെൻ്റെ വേണ്ടാത്തൊരു പഴയ പൊക്കിയൊരു പോട്ടാണ്. അത് ഞാൻ പെയിൻറ് ചെയ്ത് അതിൻ്റെ അകത്ത് കണ്ടോ മണി പ്ലാന്റ് ഇതുപോലെ ചെറിയ ചട്ടിയിലാക്കി നട്ടിട്ട് വെറുതെ വെച്ചിരിക്കുകയാണ്. കൂടാതെ ഇതൊരു ചെറിയ കുപ്പിയിൽ ഞാൻ വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ്. അത് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. കൂടാതെ നമുക്ക് പലതരത്തിൽ ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെ ചെടികൾക്കിടയിൽ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. കൂടാതെ പല ചെടികൾക്കും ഇടയിലായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് മുളയൊക്കെ വെച്ചിട്ട് ആർച്ചായിട്ട് വെക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ നമുക്ക് ചുറ്റി വെക്കാം, കാരണം ഒരു വള്ളിയായിട്ട് വരുന്ന ചുറ്റിയൊക്കെ വെക്കാം. പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും. അങ്ങനെ പലതരത്തിലും സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു നല്ല ചെടിയാണ്. ഒരു ചെറിയ കഷ്ണം മതി നമുക്കൊരു പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ. പിന്നെ ഇതിന് കാര്യമായിട്ട് അസുഖങ്ങളൊന്നും വരാറില്ല. അപ്പം എല്ലാവരും ഓരോ തൈകളെങ്കിലും വീട്ടിലോ ഓഫീസിലോ നടണം.